നമസ്കാരം. നമ്മുടെ തേനീച്ചക്കൂടുകളിൽ നമ്മൾ പെട്ടുകൾ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതുണ്ടോ, നല്ലപോലെ മുട്ടകൾ വേണം. തേനുണ്ട്, പൂമ്പൊടിയുണ്ട്, ഒക്കെ ഉണ്ട്. റാണി ഇതിലെ നടക്കുന്നുണ്ട്, നമുക്ക് നോക്കട്ടെ. അതെ, എൻ്റെ സൈഡിലോട്ട് റാണി പോയിട്ടുണ്ട്, പക്ഷെ അത് കാണത്തില്ല. അവിടെ ഇരിക്കട്ടെ. റാണി ഇതിന്റെ അടിയിൽ കൂടി നടപ്പുണ്ട്, നമ്മൾ കൺഫേം ചെയ്തു. പക്ഷെ അടിയിലോട്ട് ഇരിക്കുന്ന സംഭവമായതുകൊണ്ട് നമുക്ക് കാണത്തില്ല. ഈ കൂട്ടിൽ നമുക്കിപ്പോൾ റാണിയെ കൺഫേം ചെയ്തു. നമുക്ക് ഇതാ നോക്കിക്ക്, ഇവിടെ ഒരു റാണി കപ്പ് അടിച്ചു വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാനൊരു ഇതെടുക്കട്ടെ. നമുക്കിതാ റാണിക്കപ്പ് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് റാണിക്കപ്പ്. ഇതുണ്ടോ, നമ്മൾ ഈ കമ്പി കഷ്ണം പോകുന്നിടത്ത് നോക്കിക്കോ. ഇതാ റാണിയുടെ കപ്പ് കൃത്യമായിട്ട് അടിച്ചു വരുന്നത്. ഈ കമ്പി കൃഷ്ണം പോകുന്നുണ്ടോ ഇവിടെ. ഇതിനി അവർ റാണിക്കപ്പാട്ട് അടിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന കൂടുകളിൽ നമുക്കിനിയും രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞു. ഈ കൂട്ടിൽ, ഇപ്പുറത്തെ കൂട്ടിൽ നമ്മൾ റാണിനെ കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കൂട്ടിൽ റാണിക്കപ്പ് അടിച്ചും തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ കൂട്ടിനകത്ത് നമുക്ക് റാണി മുട്ട ഉണ്ടോ എന്ന് നമുക്ക് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുതിയ മുട്ടയായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെയുണ്ട്. ഇതിൻ്റെ അടിയിൽ പഴയ മുട്ടയില്ല. അതുകൊണ്ട് അതിൻ്റെ റാണിക്കപ്പും അവരടിച്ച് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പുതിയ മുട്ടയിൽ നമ്മൾ കിള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട നമുക്ക് അപ്പടി പഞ്ചിപ്പോയി കഴിഞ്ഞാൽ വൃത്തികേടായി പോകും. മാത്രമല്ല പിന്നെ അത് ക്ലിയർ ആകത്തില്ല. അപ്പോൾ അതുകൊണ്ടോ ചെരിഞ്ഞ് കിടക്കുന്ന മുട്ടകൾ ഇതിനകത്ത് കാണാം. ഇത് കണ്ടോ, ഈ ചെറിയ തോതിൽ നമുക്കൊക്കെ മനസ്സിലാക്കി തരാം. മടിയൻ ഈച്ചയുടെ മുട്ട ഇത് കണ്ടോ, നമ്മൾ സാധാരണ മുട്ടയെക്കാളും അല്പം മുട്ട വലുപ്പമുണ്ട്. കണ്ടോ, സാർ കണ്ടില്ലേ? അപ്പോൾ പല ആൾക്കാരും മടിയൻ മുട്ട കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ഈ മടിയൻ മുട്ടയെ ഒറ്റയ്ക്കായിട്ട് ഇതാ കിടക്കുന്ന ഒന്ന് കണ്ടോ. ഇതുപോലെ നിങ്ങൾ നോക്കി, ഈ മുട്ടയെക്കാളും സ്വല്പം വലിപ്പം കൂടുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ടോ, ഈ കാണുന്ന നിങ്ങൾക്ക് കാണാമായിരിക്കും. ഞാൻ ഈ കമ്പി കഷ്ണത്തിൽ കൊണ്ട് തൊട്ടടുത്ത് നമ്മുടെ വേറൊരു ചങ്ങാതിയുടെ കൂടാണ് തിരിക്കാൻ വന്നേക്കുന്നത്. ആ ചങ്ങാതി കൺഫേം ചെയ്ത് കാണിക്കുകയാണ്. സന്തോഷ് സാർ കണ്ടില്ലേ? മടിയമുട്ട പലരും കണ്ടിട്ടില്ല എന്ന് പറയും. നിങ്ങൾക്ക് കാണാം. ഇതോ, ഈ മുട്ട വളരെ ചെറുതാണ് കണ്ടോ. അപ്പോൾ ആണീച്ചയുടെ മുട്ട റാണിമുട്ട പോലെ തന്നെ ചെരിഞ്ഞു കിടക്കും കണ്ടോ. റാണിമുട്ട പോലെ തന്നെ ചെരിഞ്ഞു കിടക്കും. നോക്കി കണ്ടോ, വലിപ്പക്കൂടുതലുണ്ട്, ചെരിഞ്ഞു കിടക്കും. അപ്പം പല ആൾക്കാരും ഇതിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ എനിക്ക് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും ഇതിനകത്ത് വ്യക്തമായിട്ട് നമ്മുടെ ഒരാളെ ഞാൻ കൺഫേം ചെയ്യിക്കുന്നുണ്ട്. 1 2 3 4 5 6 6 7 8 മുട്ടയുണ്ട്. ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് റാണിമുട്ടയുടെ അത്രയും വലിപ്പമില്ല, പക്ഷെ ചെരിഞ്ഞു കിടക്കും. പക്ഷെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും ആണീച്ചയുടെ മുട്ട കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ തട്ടിപ്പൊന്നുമല്ല പറയുന്നത്. ഇത് നമ്മുടെ ചങ്ങാതിയാണ്. പുള്ളി എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പം പുള്ളിയെ ഞാൻ കൃത്യമായിട്ട് കണ്ടോ കൺഫേം ചെയ്തു. അത് ചെരിഞ്ഞല കിടക്കുന്നത് റാണിമുട്ട പോലെ തന്നെ ഇരിക്കും. പക്ഷെ റാണിമുട്ടക്കാരും വലിപ്പക്കുറവാണ്, വലിപ്പക്കൂറുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ പല ആൾക്കാരും നമ്മളുടെ ഇതിൽ ഈ പറന്ന് കിടക്കുന്ന ഈച്ചകളെയാണ് അവർ ആണീച്ച. പക്ഷെ അത് ആണീച്ച ആയിരിക്കാം. പക്ഷെ പക്ഷേ റാണി ഈച്ചയായിട്ട് എണ്ണ ചേരുന്ന ഒരു ഈച്ച ഇതിനകത്തുണ്ട് എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. കാണിച്ചൊക്കെ ആ ഈച്ച തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഇരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ തരാൻ പറ്റില്ല. അപ്പം നമ്മുടെ തേനീച്ചക്കൂട്ടിലെ പോലെ തന്നെ ഇതിൻ്റെ അകത്തും നമുക്ക് കൃത്യമായിട്ട് ആണീച്ചയുടെ മുട്ടയുണ്ട്. അത് അറിയാവുന്നവരൊന്ന് വെട്ടി തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കൈകൊണ്ടൊന്നും ഇത് വൃത്തികേടാക്കി കളയില്ല. ഇവിടെ റാണിമുട്ടയുണ്ടോ? സന്തോഷമില്ലല്ലോ. അപ്പോൾ നമ്മൾ തേനീച്ചപ്പെട്ടിയൊക്കെ തുറന്നു നോക്കിയിരുന്നു. അപ്പോൾ തേനീച്ചപ്പെട്ടിക്കകത്ത് റാണിമുട്ട പുതിയ മുട്ടയിൽ അടിച്ചു വന്നിട്ടുള്ളൂ. നമ്മൾ ഉടനെ തന്നെ പുതിയ മുട്ട എടുക്കേണ്ടതില്ല. അത് ഏകദേശം ഒരു വിരിയാറായി വരുന്ന സമയത്തോടനുബന്ധിച്ച് നമുക്ക് എടുത്താൽ മതി. വിരിയാറാവുന്നതോടനുബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ സാധാരണ മുട്ട പോലെ തന്നെ അത് ആദ്യം ഒന്ന് ചെരിഞ്ഞ് വീഴും. അതിനുശേഷം അതൊന്ന് അറ്റമൊക്കെ ഒന്ന് ചെറിയ കളർ മാറ്റം വരും. ആ ടൈമിൽ വേണം നമ്മൾ ഇത് എടുത്ത് സെറ്റ് തിരിച്ച് വെക്കാൻ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ വെള്ളമുട്ടയ്ക്കകത്ത് കിള്ളി നോക്കി അതിൻ്റെ അകത്ത് മുട്ടയില്ലാതെ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ അടച്ച് വെക്കുകയാണ്. ഇനിയും മുട്ട മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതൽ മുട്ടയുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മറ്റു പെട്ടിയിലേക്ക് വെക്കുന്നു. അല്ലെങ്കിൽ ഒന്നേ ഉള്ളെങ്കിൽ അത് രണ്ടായിട്ട് സെറ്റ് തിരിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയും സംസാരം ഒന്ന് ഒരിക്കൽ, കാരണം ഒരാളെ കൺഫേം ചെയ്ത് കൊടുക്കണമല്ലോ. കാരണം നമ്മളിത് പറയുന്നത് ഇതാണ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരുന്ന ആളാണ്. പുള്ളി അയക്കാലും കൃത്യമായിട്ട് പുള്ളിയുടെ തന്നെയാണ് ഞാൻ വന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡെമോൺസ്ട്രേഷൻ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക. പുള്ളി ഇത്ര നാൾ ഇതൊന്നും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. സന്തോഷ് സാറേ, എന്ത് പറഞ്ഞു? നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതായിരുന്നു. മുട്ട കണ്ടിട്ടുണ്ട്, വലിപ്പമുള്ള മുട്ട നമുക്ക് കാണിച്ചു തന്നത് സജി സാറാണ്. നമ്മുടെ റാണി മുട്ടയുടെ അത്രയും വലിപ്പമില്ല, അതിലും ചെറിയ മുട്ട. പിന്നെ മറ്റേ ഈച്ചേനെക്കാട്ടും വലിപ്പം കൂടുതലുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. റാണിമുട്ട പോലെ ചെരിഞ്ഞു കിടക്കും. റാണിമുട്ട പോലെ ചെരിഞ്ഞിരിക്കും.
അപ്പോൾ ഇതാണ് റാണിമുട്ടയുണ്ട്, അതുപോലെ ആണീച്ചയുടെ മുട്ടയുണ്ട്. റാണീച്ച മുട്ടയുണ്ട്. റാണിയെ കപ്പ് കാണിച്ചു തന്നു. അതുപോലെ നിലവിൽ റാണീനെ കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ റാണിമുട്ട മൂപ്പെത്തുന്ന മുറയ്ക്ക് നമുക്കിത് സെറ്റ് തിരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.